2025 ആദ്യത്തെ സൺഡേയിൽ ദൈവം തന്ന ഒരു ദൂത് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രസംഗമല്ലിത്. പ്രസംഗം ദൂതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രസംഗം കുറച്ചുകൂടി ഇൻ്റലക്ച്വലാണ് പ്രസംഗം. ബുദ്ധിപരമായൊരു കാര്യമാണ്, അറിവുകളാണ്. അതൊരു പരിധി വരെ ഒരു ടാലൻറ്റുമാണ്. പ്രസംഗം ഒരു ടാലൻ്റാണ്. പ്രസംഗം ഒരു ഇൻ്റലക്ച്വൽ വർക്കാണ്. എന്നാൽ ദൂത് ഇച്ചിരി വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച പുതുവർഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ പുതുവർഷത്തിൻ്റെ പുതിയ സൺഡേയിൽ നമ്മുടെ ജീവകാലത്ത് ഓർത്തിരിക്കേണ്ട, എന്നോട് ദൈവം സംസാരിച്ച, വ്യക്തിപരമായി ദൈവം എന്നോട് സംസാരിച്ച ഒരു ദൂത് ഞാൻ പങ്കുവെക്കുകയാണ്. അത് എത്രയും മറക്കരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയാണ് പങ്കുവെക്കുക. മറക്കാൻ പാടില്ലാത്ത ദൂതാണ്. മക്കളെല്ലാം ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾ കേൾക്കേണ്ട ദൂതായതുകൊണ്ടാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മാസത്തിൻ്റെ 1-ാം മാസം ഒരു പ്രത്യേകമായ തീമിലാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ ഓരോ മാസം ഒരു തീമിൻ്റെ വെളിച്ചത്തിലാണ് പോകുന്നത്. അത് കുറച്ച് നല്ലതാണ്. അത് ഓരോ തീമും ദൈവം തരുന്ന ഓരോ നിയോഗമാണ് കേട്ടോ. കഴിഞ്ഞ മാസം നമുക്ക് മന്ത് ഓഫ് താങ്ക്സ് ഗിവിംഗ് ആണ്, നന്ദി പറയുന്ന മാസമായിരുന്നു. അതിന് മുമ്പ് നമുക്ക് കർത്താവിൻ്റെ 2-ാം വരവായിരുന്നു. അങ്ങനെ ചിലപ്പോൾ നമുക്ക് മന്ത് ഓഫ് പ്രെയർ ആണ്. നമുക്ക് ഈ മാസം മന്ത് ഫോർ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് ആണ്, ഒരു ശിഷ്യത്വ പരിശീലന മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിഷ്യത്വത്തിൻ്റെ ചില പാഠങ്ങൾ നമ്മളിൽ പ്രത്യേകിച്ച് നമ്മുടെ സന്ധ്യകളിൽ എനിക്ക് തോന്നുന്നു പല ദൈവദാസന്മാരും ശിഷ്യത്വത്തിലൂടെയൊക്കെയാണ് ആ ഒരു തീം ബേസ്ഡാണ്. എപ്പോഴും ഓർക്കപ്പെടേണ്ടത്, ഓരോരുത്തരും പരസ്പരം അറിയാതെയും കാണാതൊക്കെ വന്നാലും ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ ഓൾ ടുഗദറിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരുമ, മനോഹാരിത കാണാൻ കഴിയും. അത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പ്രാവശ്യമാണ്. 100 മണിക്കൂർ പ്രാർത്ഥന ഇവിടെ നടത്തി. അത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, ഒരു ചിന്തയും പഠനവും ഒക്കെ ആയിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. പലരും എടുത്തത് ഒരേ ഒരു വാക്യമായിരുന്നു, പക്ഷേ അതിൻ്റെ മൊത്തത്തിൽ എല്ലാം വ്യത്യസ്തമായിരുന്നു. എന്നാൽ എല്ലാത്തിനകത്തും ഒരു നൂല് കോർത്തതുപോലെ ഒരു ഒരുമയുണ്ട്. ഇതൊക്കെയാണ് ഈ ദൈവ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ മനോഹാരിത എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ മാസം ശിഷ്യത്വത്തിൻ്റെ ഒരു പരിശീലന മാസമാണ്. ദൈവം നമ്മളെ എല്ലാം വിളിച്ചിരിക്കുന്നത് എന്താകാൻ വേണ്ടിയാണ്? ശിഷ്യരാകാൻ വേണ്ടി. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഗ്രേറ്റ് കമ്മീഷൻ, ഏറ്റവും വലിയ ഒരു കമ്മീഷനാണ്, എൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്താകണം? ശിഷ്യരായി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് കാണുന്നുണ്ട്. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, സെബെദിയുടെ മകൻ യാക്കോബ്, ഇങ്ങനെ ഒരു ശിഷ്യരെ എടുത്തു. അപ്പോൾ കർത്താവ് ശിഷ്യരോട് സംസാരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. പലരും ചിന്തിച്ചു, എളിവനും പലപ്പോഴും ചിന്തിച്ചു, എന്നെ അനുഗമിക്കാൻ ഒരാൾ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പോൾ ഈ ശിഷ്യത്വം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നൊരു കാര്യമല്ല, ഒത്തിരി ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നൊരു കാര്യം. നമ്മൾ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം, ഇൻസ്റ്റൻ്റാണ് എല്ലാം. ഇൻസ്റ്റൻറ്റ് കാഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ചിലപ്പോഴൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇസ്ലാം മരിച്ചാലും, ക്രിസ്ത്യാനി മരിച്ചാലും, ഹിന്ദു മരിച്ചാലും, കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാലും, കോൺഗ്രസ്സുകാരൻ മരിച്ചാലും, BJP-ക്കാരൻ മരിച്ചാലും, ആര് മരിച്ചാലും മരിച്ചു കിടക്കുന്നവനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ശവം ആണോ? മരിച്ചു കിടക്കുന്നവനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ശവം. എന്നാൽ ഒരു ബ്രോയിലർ കോഴിയെ തല്ലിക്കൊന്നാൽ എന്തെല്ലാം പേരിയ? അൽഫാം ചിക്കൻ, കുഴി മന്തി, പറയണ ചിക്കൻ 65, ചിക്കൻ കടായി, ചിക്കൻ കവായ്, ചിക്കൻ ഷവർമ. വർമ്മ എന്ന് പറഞ്ഞ ക്ഷത്രിയന്. ഈ ചിക്കൻ ആരാ വർമ്മ എന്ന് പേരിട്ട്? ചിക്കൻ ഷവർമ. പിന്നെ പറ ചിക്കൻ കബാബ്, പറ 10 പേര്. ഇനിയില്ലേ പേര്? കണ്ടക്കി, KFC, ചിക്കിങ്, പിരിപ്പിരി,
ഒരു സാധനം ഉണ്ടല്ലോ, നരകത്തിലെ കോഴി. നരകത്തിലെ കോഴി. ഈ ബ്രോയിലർ ചിക്കൻ മരിച്ചാൽ കോഴി ചത്ത എന്തെല്ലാം പേരാ എൻ്റെ ജെസി ആൻറ്റി, ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ കാന്താരി ഇട്ടത്, പെപ്പർ ചിക്കൻ, പിന്നെ എന്തോ ഇത്രയും പേരൊരു ശവത്തിന് കൊടുക്കുന്ന ആദ്യമായിട്ടല്ലേ. നമ്മളെയൊക്കെ ചത്ത എല്ലാവരും എന്തോ ശവ, അത് പ്രധാനമന്ത്രി തൊട്ട് ഹാർബർ വരെ ഡ്രൈവർ വരെ മരിച്ചാലും എന്തുവാ ശവ, ചിക്കന് മാത്രം. പക്ഷേ ഈ ബ്രോയിലർ കോഴിയൊക്കെ ഇൻസ്റ്റന്റ് ആണ്, പെട്ടെന്നാണ് ഇതിനെ വളർത്തുന്നത്. എന്തോ കുത്തിവെച്ച, ഹോർമോൺ കുത്തിവെച്ച. അതുകൊണ്ടാണ് നമ്മുടെ ഈ പല പിള്ളേരൊക്കെ ഇപ്പം ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ വരുന്നതെല്ലാം ഈ ബ്രോയിലർ സാധനം. ഈ ബ്രോയിലർ കോഴിക്കൊരു പ്രശ്നമുണ്ട്. ഈ ബ്രോയിലർ കോഴിയെ എടുത്തിട്ട്, ഈ വളർത്തുകോഴി ഉണ്ടല്ലോ, അതിനെ എടുത്തിട്ട് വെയിലത്തോട്ട് വെച്ചേ, ഉച്ചയാകുമ്പോൾ അത് എന്ത് ചെയ്തു? ചത്തുവോ? ബ്രോയിലർ കോഴി എവിടെങ്കിലും അടയിട്ട് മുട്ട വിരിപ്പിച്ച് തരുമോ? കേട്ടിട്ടുണ്ടോ? ബ്രോയിലർ കോഴി അടയിട്ട് പിരിക്കുവോ? ഇല്ല. ഇവനെ വെയിലത്ത് കൊണ്ട് നിർത്താൻ കൊള്ളാം? ഇല്ല. എന്നാൽ നല്ല നാടൻ കോഴിയുണ്ട്, ഇവനെ കൊണ്ട് എവിടെ വെക്കാം? വെയിലത്ത് വെച്ച. ഈ വെയിലത്ത് അവനെ അങ്ങോട്ട് നിൽക്കുന്ന കണ്ട എന്തോ അഴക. വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല എണ്ണ കറപ്പ് അതിൻ്റെ പുറത്തിടുന്ന നോക്കിയ അതിനെ കൊല്ലാനും പാടാം. ഇവനെ ചുമ്മാ ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതി. മറ്റവനെ കൊല്ലുന്ന അന്നത്തെ കാലത്ത് നമ്മൾ ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ വലിയ പുള്ളികളായിട്ടൊക്കെ നോക്കുമായിരുന്നു. ചിലരൊക്കെ വിറയ്ക്കും കൈ, കോഴി അങ്ങോട്ട് ചാപ്പിട്ടി പിടിച്ചങ്ങോട്ട് കൊല്ലണമെങ്കിൽ. അപ്പോൾ അവരൊക്കെ നമ്മൾ വലിയ ആചാര്യന്മാരായിട്ടാണ് കാണുന്നത്. കാരണം അവനെന്തോ കൊന്നു, കോഴിയെ കൊന്നു. ഈ ബ്രോയിലർ കോഴി പോലാണ് പല വിശ്വാസികളും. സംഭവം കാണുമ്പോൾ എന്തോന്നൊക്കെ അറിയാം, നല്ല അഴക, നല്ല ഇറച്ചിയാ, നല്ല ഒലിപ്പ, നല്ല പാട്ടാ, നല്ല അന്യഭാഷ. വെയിലത്ത് വെച്ചാൽ എന്തോ പറ്റിപ്പോ, പാടിപ്പോ. പക്ഷെ ആശാരിദേശിയുടെ പാട്ടുണ്ട്, അടിയുടെ മുമ്പിൽ വെടിയുടെ മുമ്പിൽ പതറുകയിൽ ഈ മാർഗം, അടിയുടെ മുമ്പിൽ വെടിയുടെ മുമ്പിൽ പതറുകയിൽ ഈ മാർഗം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. യുവാക്കളെ സ്നേഹിതരെ നാം യേശുവിനായി പൊരുതാം. നോക്കൂ, അടിയുടെ മുമ്പിൽ വെടിയുടെ മുമ്പിൽ. ഇത് അടി എന്നൊക്കെ വരുമ്പോഴത്തേന് അടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, പിന്നെ അവർ നെഞ്ചത്തടിച്ച് അങ്ങ് കാര്യം കത്താവേ കഷ്ടത പട്ടിണി പോവാ. പ്രശ്നം എന്നാ ചോദിച്ചാ, പല വിശ്വാസിയും എന്താണ്, ബ്രോയിലർ കോഴിയാണ്. സംഭവം ഭയങ്കര അഴക, എന്നോ തൂക്കാന്നറിയാവും. പക്ഷേ ഈ ബ്രോയിലർ കോഴിക്ക് ഒരു പ്രശ്നമുണ്ട്, നല്ലപോലെ തീക്കകത്ത് വെച്ചാൽ അത് ഇറച്ചിയെല്ലാം പൊടിഞ്ഞു പോകുമോ. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളുടെ ചേച്ചിയുണ്ട്, നല്ല കുക്ക, ബിരിയാണി ചെയ്യുമ്പം അവർ ചിക്കൻ വറുത്തിടുന്നത് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ? പൊടിയായിരിക്കാൻ വേണ്ടി. പക്ഷെ ഈ വറുത്ത് ചേർത്ത ഒരു രുചിയില്ല. അതുകൊണ്ട് ഇപ്പം ഡിമാൻഡ് കൂടുന്നുണ്ട് നാടൻ. പക്ഷെ ഇപ്പോൾ നാടൻ കോഴിയും കിട്ടുന്നത് ബ്രോയിലർ പോലെ വളർത്തുന്ന കോഴിയാണ്. അങ്ങനെ കിട്ടിയിട്ടില്ല. ഈ നാടൻ കോഴിക്ക് ഒരു ഗുണമുണ്ട്, അത് ഈ അയ്യത്തോടൊക്കെ നടന്ന് എന്ത് ചെയ്യും, ചിക്കി തിന്. ശരിക്കും കോഴിയെ വളർത്തുന്നതിൻ്റെ പിന്നെയും മറ്റൊരു ഉദ്ദേശം കൊണ്ടുണ്ടായിരുന്നു. നമ്മുടെ തൊടികളിലെ വേസ്റ്റ് എല്ലാം തിന്നുന്ന ആരായിരുന്നു? കോഴിയ. ഒരു 10 കോഴി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ചോറൊന്നും വേസ്റ്റ് ആയിപ്പോൾ നമുക്ക് ഈ അന്നം കളയുന്ന വലിയ സങ്കടമായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ അന്നം കളയാതിരിക്കാൻ കൂടിയാണ് എന്തിനെ വളർത്തുന്നത്, കോഴിയെ വളർത്തുന്നത്. പശുവിനെ കുറച്ച് കാടിയും അതും ഇതും എല്ലാം കൂടെ പശുവിന് കൊടുക്കും, കുറച്ച് ആർക്ക് കൊടുക്കും, കോഴിക്ക് കൊടുക്കും. ആ പഴയ ചോറെല്ലാം കൂടെ ഒരു ഇങ്ങനെ വിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കോഴിയൊക്കെ ഞാൻ കഴിച്ചോളും. അപ്പം അന്നം കളയത്തില്ല. അത് പിന്നെ കോഴി ചോറ് തിന്നും, കോഴി ചിക്കിച്ചകഞ്ഞ് തിന്നും. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിക്കിച്ചകഞ്ഞ് ഇട്ട് കൊടുക്കും. പക്ഷെ ബ്രോയിലർ കോഴി ചിക്കിച്ചകഞ്ഞ് ഇട്ട് കൊടുക്കുമോ? ഇല്ല. അതിനെ കൊണ്ട് അതൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഒരു വിശ്വാസി ശിഷ്യൻ ബ്രോയിലർ കോഴിയാണോ നാടൻ കോഴിയാണോ? എനിക്ക് സത്യത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു 2 കോഴിയെ കൊണ്ട് കാണിക്കണോ, മറക്കാതിരിക്കാം. പിന്നെ അത് പറന്നു പോയെങ്കിൽ ഇവിടെ വലിയ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകും, എബി അതിൻ്റെ പുറകെ പോകും, പിന്നെ ആകെ പ്രശ്നമാകും. പിന്നെ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല, വലിയ സാഹസം കാണിച്ചില്ല. അപ്പം ബ്രോയിലർ കോഴി ആകണോ നാടൻ ചിക്കൻ ആകണോ? വിശ്വാസി എന്തുപോലെ ആയിരിക്കണം? നാടൻ കോഴിയെ പോലെ ആയിരിക്കും. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഒത്തിരി വെയിലും മഴയൊക്കെ കൊണ്ട് ഈ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തൂടൊക്കെ കടത്തി വിട്ട് അവരിങ്ങനെ പുറത്തു വരുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ശിഷ്യത്വം എന്നൊക്കെ പറയും. ഈ ശിഷ്യത്വം ഇൻസ്റ്റൻ്റ് ആയിരിക്കരുത്. എനിക്ക് സത്യത്തിൽ ഈ സുവിശേഷ വേലയിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്
വേദപുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ എപ്പോഴും ഓർക്കണം. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, പുതിയ ശിഷ്യൻ അരുതെന്നാണ്. കേട്ടുണ്ടോ? പുതിയ ശിഷ്യൻ അരുത്. എന്നാ കാര്യം എന്നറിയാം? ഈ പുതിയ ശിഷ്യൻ ഇങ്ങോട്ട് വന്നു പ്രവചനമൊക്കെ കിട്ടി ഗതികെട്ട് ഞാൻ പറഞ്ഞതങ്ങ് ഒത്തുന്ന് വെച്ചോ. പറഞ്ഞതങ്ങ് ഒത്തു. പറഞ്ഞതങ്ങ് ഒത്തു. വിസ കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിസ വന്നു. വിസ തന്നപ്പോഴേ അവർ ഗ്യാരണ്ടി പറഞ്ഞു, ഞാൻ ചെല്ലുന്ന രാജ്യത്ത് അച്ചായനെ കൊണ്ടുവന്ന് പറഞ്ഞു. മോൻ അവിടെ ചെന്നു. അവിടുന്ന് പിന്നെ രണ്ടും തന്നെ ഒത്തു. ഒന്ന് വിസ കിട്ടിയത് ഒത്തു, മറ്റേത് ചത്തു എന്ന് പറഞ്ഞ് ഒത്തു. രണ്ടും കൂടെ ഒത്തപ്പം പിന്നെ പുള്ളിക്ക് ഡിമാൻഡ് കൂടി. പുള്ളി അങ്ങ് പറന്നു. പക്ഷേ ഇതെല്ലാം പലതും ബ്രോയിലർ ചിക്കനാ. കുറച്ച് കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല. സങ്കടകരമായൊരു കാര്യമാണ്. എന്നാ കാര്യം ചോദിച്ചാൽ, രാഷ്ട്രീയം പറയാൻ നിൽക്കുകയല്ല, ഞാൻ രാഷ്ട്രീയക്കാരനും അല്ല, എന്നാലും രാഷ്ട്രീയ ബോധമുള്ളവന്, രാഷ്ട്രീയം ശ്രദ്ധിക്കാറുമുണ്ട്. ഇപ്പം സമയം കുറവ്. മറ്റേ ഞാൻ നല്ലപോലെ ഇന്ത്യ രാഷ്ട്രീയം മുഴുവൻ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ വായിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് നടക്കാറ്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ വളർന്നു വരുമ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ആദ്യം ബ്രാഞ്ചി വർക്ക് ചെയ്യും. ആദ്യം ബ്രാഞ്ചിലല്ല, ബ്രാഞ്ചി വർക്ക് ചെയ്യും. ബ്രാഞ്ചി വർക്ക് ചെയ്തേ അടുത്തതിൽ വരത്തുള്ളൂ. അവിടെ ലോക്കലി വരത്തുള്ളൂ. ലോക്കലി വർക്ക് ചെയ്തേ ഏരിയയായി വരത്തുള്ളൂ. ഏരിയയായി വർക്ക് ചെയ്തേ താലൂക്ക് വരത്തും. പിന്നെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ എത്തുമ്പോഴത്തേന് അടുത്ത വർഷം ചത്തുപോകും. സംസ്ഥാന കമ്മിറ്റി എത്തിയാൽ അതിൻ്റെ അർത്ഥം മിക്കവാറും പിന്നെ പോളിറ്റ് ബ്യൂറോ എത്തിയെങ്കിൽ പിന്നെ എപ്പം റീത്ത് വെച്ചെന്ന് പറഞ്ഞാൽ, കാരണം തീരാറാകുമ്പോഴത്തേനൊക്കെ എവിടെ എത്തത്തുള്ളൂ, പോളിറ്റ് ബ്യൂറോ ഒക്കെ എത്തത്തുള്ളൂ. അത് ഭയങ്കര സംഭവമാണ്. അതേസമയം അല്ലെലിയ പറയാതെ പോളിറ്റ് ബ്യൂറോയുടെ കാര്യമാണ്. അപ്പോൾ പക്ഷെ ഇപ്പുറത്തുണ്ട് ഒരു കൂട്ടരുണ്ട്, നേതാവിൻ്റെ മോനായിട്ട് ജനിച്ച പെട്ടെന്നാരായി നേതാവ്. ഇന്നലെ അവൻ MBA കഴിഞ്ഞിങ്ങോട്ട് വന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ MLA സീറ്റ് കിട്ടി മന്ത്രിയായി. ഇവർക്ക് ഈ രാഷ്ട്രീയം അറിയത്തില്ല. അത് വലിയൊരു കാര്യമാണ്. ഇവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല. അവർക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ അറിയത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, ഇരുത്തം വന്ന ഒത്തിരി നേതാക്കന്മാരുണ്ട്. അവരെ അനുഭവങ്ങൾ കൊണ്ട് ഇരുത്തം വന്നത്. അതുകൊണ്ടാണ് ഈ പുതിയ ശിഷ്യർ ചിലപ്പോൾ സഭയിലൊക്കെ കയറിയാൽ ഉണ്ടല്ലോ, 3 ദിവസം കൊണ്ട് സഭ 3 ആവും. അതേസമയം ഒരു വചനവും അറിയാത്ത അച്ചായന്മാർ സഭ ഇരുന്നാൽ എന്ത് രസമായിട്ടാണ് കൊണ്ടുപോകുന്നറിയാം. കാര്യമായ വചനമൊന്നും ഇല്ലാത്തൊരു 10 വർഷം കഴിഞ്ഞിട്ടും 15 വർഷം കഴിഞ്ഞിട്ടും, എൻ്റെ അപ്പനാണെങ്കിൽ ഒരു സഭയിൽ 50 വർഷം ഇരുന്നു. എന്തോ ഇരുപ്പായിരുന്നു അറിയാം. 50 വർഷം കഴിഞ്ഞാൽ മരിച്ചുപോയി. കയറുന്ന ഒരു ചൂരവടിയുമായിട്ട് എല്ലാത്തിനും അടിക്കും. പുള്ളി അടിക്കും, എൻ്റെ അമ്മ കെട്ടിപ്പിടിക്കും. അതായിരുന്നു പരിപാടി. ഞങ്ങളുടെ അപ്പനടിക്കും, അമ്മ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇവർ രണ്ടും കൂടെ കോംപ്ലിമെൻ്റായി 50 വർഷം കൊണ്ടുപോയി. അത് വലിയൊരു കാര്യമല്ലേ? അപ്പം ഇതൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോഴാണ് പുതിയ ശിഷ്യരരുത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുത്തം വരുന്ന ഒത്തിരി മേഖലകളിൽ കൂടെ കർത്താവ് കടത്തി പോകുന്നതിൻ്റെ പേരാണ് ഈ ശിഷ്യത്തിൻ്റെ ഒരു പാതയാണ്. അത് ഒരു ദിവസം കൊണ്ട് വെക്കുന്ന കാര്യമാണോ? അല്ല. അതിന് നമ്മൾ ഏറ്റവും ഈ ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നത്, വീണ്ടും പറയട്ടെ, ഒരു ഗാന്ധിയനാകാൻ ഗാന്ധിയൻ ഫിലോസഫി പഠിച്ചാൽ മതി. ഗാന്ധിസം ഇന്നും ഈ അഭിനവ യുഗത്തിലും പ്രാധാന്യമേറിയ ഒരു തത്വശാസ്ത്രമാണ് ഗാന്ധിസം. ഗാന്ധി ഏറെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ക്രിസ്തുവിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ എളിവൻ ചെയ്ത ഒരു പ്രഭാഷണം കിടപ്പുണ്ട് ഗാന്ധിയനത്തിൽ, ക്രിസ്തു ഗാന്ധിയൻ ദർശനങ്ങൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഗാന്ധിയും ക്രിസ്തു തമ്മിലുള്ളൊരു ബന്ധത്തെപ്പറ്റി എളിവൻ നടത്തിയ ഒരു പ്രഭാഷണം നമ്മുടെ പൗരോഷിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഗാന്ധിസത്തിലാണ് വിശ്വസിക്കുന്നത്, ഗാന്ധിയിലല്ല. ആരല്ല? ഗാന്ധിസത്തിൽ. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ മാർക്സിയൻ തത്വശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മാർക്സിയൻ തത്വശാസ്ത്രം വിശ്വസിച്ച അവന് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ചർച്ചിയാനിറ്റി അല്ല. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനിറ്റി ചർച്ചിയാനിറ്റി ആയിട്ട് മാറി. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ചർച്ചിയാനിറ്റി? പലപ്പോഴും നമുക്ക് ഈ അനുഷ്ഠാനങ്ങളുടെ, ഞാൻ കൃത്യമായിട്ട് ഇവിടെ പോകുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, കൃത്യമായിട്ട് ചർച്ചിൽ പോകരുതല്ല, ക്രിസ്ത്യാനി ചർച്ചിൽ പോകണം, ഫെലോഷിപ്പ് വേണം. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ചർച്ചിയാനിറ്റി. സഭയിൽ പോകുന്നതുകൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല. സഭയിൽ പോകാത്ത എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, അതിൻ്റെ അത്ര രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് റിലേഷൻഷിപ്പാണ്. കർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിത്യതയെപ്പറ്റിയുള്ള വെളിച്ചം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടം വരാത്രേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവരോ അധികം നല്ലതിനെ പറഞ്ഞു, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തു? അപ്പം ക്ഷമിക്കണേ,
ചർച്ചാനിറ്റി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സഭയിൽ പോകാതിരിക്കുകയും ചെയ്യരുത്, അതല്ല ഉദ്ദേശിക്കുക. കൃത്യമായിട്ട് പോകണം. പക്ഷെ ചർച്ചാനിറ്റി ആണോ ക്രിസ്ത്യാനിറ്റി? അല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി ചർച്ചിൽ പോകണ്ടേ? പോകണം. അത് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്നാൽ സഭാംഗത്വമല്ല ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയും. അപ്പം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ശിഷ്യനാകാൻ വേണ്ടി. ഈ ശിഷ്യനെയാണ് കർത്താവ് കൊണ്ടുപോകാൻ വേണ്ടി വരിക. ശിഷ്യത്വത്തിന് ഒത്തിരി വിലയുണ്ട്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഞാൻ 1-ാം തീയതി രാത്രി പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോസ്റ്റ് ഓഫ് ഡിട്രിച്ച് ബോണോഫർ, ജർമ്മൻ നാസി പട്ടാളത്തിൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച, അതിന് ജീവൻ കൊടുത്ത ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ്. വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതിൻ്റെ മലയാളം പരിഭാഷ ഇതാണ്, വരിക ക്രൂശിക്കപ്പെടുക. അപ്പം ദൈവം ഒരു ശിഷ്യനാകാൻ വിളിക്കാന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി ഒരു വിളിയാണ്. ഈ വിളിയിൽ നമ്മൾ ഓർക്കപ്പെടേണ്ട വളരെ ഗൗരവമായ ചെറിയ കാര്യങ്ങളെ ദൈവം എന്നെ പഠിപ്പിച്ചത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത് അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുക. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവതമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓർത്തോണേ, തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീ കൂടി എന്ന പോലെ അത്രേ. അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗാഡ് ഗിവൻ ടു മീ ലൈക്ക് എ സ്കിൽഡ് മാസ്റ്റർ ബിൽഡ്, I laid foundation and someone else is building upon it. Let each one take care how he builds upon it. For no one can lay a foundation other than that which is laid, which is Jesus Christ. Now if anyone builds on the foundation with gold, silver, precious stones, wood, hay, straw, each one's work will become manifest, for the day will disclose it, because it will be revealed by fire, and the fire will test what sort of work each one has done. If the work that anyone has built on the foundation survives, he will receive a reward. If anyone's work is burned up, he will suffer loss. Though he himself will be saved. Though he will suffer loss, avanu chedam varum. Though he himself will be served, but only as through fire. അന്ത്യവിധിയെക്കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ വരവ് കഴിഞ്ഞ് 2 കാര്യങ്ങളാണ് നടക്കാൻ പോവുക. കോൺട്രാസ്റ്റാണ്. ഒന്ന് മണിയറവാസം, ഭൂമിയിൽ എന്താണ് മഹോപദ്രകാലം. അടിസ്ഥാനപരമായൊരു വേദോപദേശമാണ്. ഒറ്റ കാര്യങ്ങളോട് വ്യത്യാസമുള്ളൂ. മഹോപദ്രവത്തിൻ്റെ ഇടയ്ക്കാണോ പിമ്പാണോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. എന്നാലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. സമയത്തിൻ്റെ ചെറിയ വ്യത്യാസങ്ങളിൽ, ചെറിയ ചിന്തകളിൽ അല്ലെങ്കിൽ ടീച്ചിങ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മഹോദരത്തിന് തൊട്ട് മുമ്പ് സഭ എടുക്കപ്പെടുകയും, അപ്പോൾ ഇന്ന് കാണുന്ന ഒന്നും മഹോദരം അല്ല കേട്ടോ, ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് കേട്ടോ എന്ന് പറഞ്ഞ നാട്ടുകാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്. വടി എടുത്തിട്ടേ ഉള്ളൂ, എന്തോ തുടങ്ങിയിട്ടില്ല, അട്ടി തുടങ്ങിയിട്ടില്ല. അട്ടി തുടങ്ങുന്നതിന് മുമ്പ് ആര് വരും? കർത്താവ് വരും എന്ന് നമ്മുടെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് വരും, സഭ എടുക്കപ്പെട്ടിട്ട് പിന്നെ ഒരു 7 വർഷത്തെ ഗ്യാപ്പ് രണ്ടിടത്തും. അതിനകത്ത് ഭൂമി നടക്കപ്പെടാൻ പോകുന്നത് 3.5 വർഷത്തെ ആദ്യ പകുതി. അതിലൊരിച്ചിരി ലളിതമായിരിക്കും. പിന്നെ അവൻ്റെ സ്വഭാവം അന്ത്യക്രിസ്തു ഒറിജിനലായിട്ട് കാണിക്കും. ഏറ്റവും ഒടുവിൽ മഹാപീഠയിലൂടെ കടന്നു പോകും മഹോപദ്രവം. അപ്പം മുകളിൽ നടക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്ത് നടക്കും? മണിയറവാസത്തിലാണ് എന്ത് വിഭജിക്കപ്പെടുന്നത്? പ്രതിഫലങ്ങൾ കൊടുക്കപ്പെടും. പിന്നെ 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ സാത്താനെ അഴിച്ചുവിടും. അവൻ ജാതികളെ കൂട്ടും, യുദ്ധം വരും, തൻ്റെ വായുടെ ശബ്ദത്താൽ എല്ലാത്തിനെയും ഛേദിക്കും. എന്നിട്ട് അന്ത്യവിധി, മരിച്ചവർ ആവാലവൃത്തം എന്ത് ചെയ്യപ്പെടും? ഉയർക്കപ്പെടും. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവിടെ നിന്നുകൊണ്ട് ഭീരുക്കൾ, അവിശ്വാസികൾ, ആദ്യത്തെ പട്ടിക ഭീരുക്കളാണ്. ഭീരുക്കൾ, അവിശ്വാസികൾ, ഇവർക്കുള്ള അന്ത്യവിധി വരുന്നു. ഇതാണ് ഒരു ഏകദേശ ചിത്രം. അപ്പം ഈ ചിത്രത്തിൽ പ്രതിഫലങ്ങൾ എന്നുള്ള ഒരു സിംഹാസനമുണ്ട്. പ്രതിഫലങ്ങൾ വിഭജിക്കപ്പെടുന്ന, പ്രതിഫലങ്ങൾ വീതം ചെയ്യപ്പെടുന്ന ഒരു സിംഹാസനമുണ്ട്.
അത് കൃത്യമാണ്. നമുക്ക് പ്രതിഫലം കിട്ടും. പ്രതിഫലങ്ങളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. 1 Corinthians 15 പറയുന്നു, തേജസ്സും കൊണ്ട് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നക്ഷത്രവും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യാസമുണ്ട്? എല്ലാവരും പറഞ്ഞേ. തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ 1 Corinthians 15 വായിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ ഒരു കാര്യമുണ്ട്. പല കാരണങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ദൂത് തരുന്നത്. ഞാൻ ഒരിടത്ത് കിടക്കുകയാണ്, ഒരു ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എത്രയോ യാത്രകൾ, എത്രയോ വീടുകൾ, എത്രയോ സ്ഥലങ്ങളിലെ അന്തിയുറക്കങ്ങൾ. അപ്പോൾ ഒരിടത്ത് ഞാൻ കിടക്കുമ്പോൾ വെളുപ്പിനെയാന്ന് വന്ന് കിടന്നത്. രാവിലെ ഭയങ്കര ബഹളം കേൾക്കാം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ വന്ന് കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-3:30 ആയി കാണും. വണ്ടിയിൽ നിന്ന് ഉറക്കം തെളിയുന്നില്ല. ഭയങ്കര ബഹളം. ഒരാൾ കാലെ പിടിച്ച് ഫോണിൽ കൂടെ ക്ഷമ ചോദിക്കുന്ന കാണാം. കാരണം എനിക്ക് എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് ആ വിളിക്കുന്ന ആൾ ഇങ്ങനെ എൻ്റെ കൂടെ സഹായം തേടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയി. ഞാൻ പക്ഷെ ഒന്നും അറിയാത്ത പോലെ കിടക്കുക. അദ്ദേഹം എനിക്ക് കാണാം ഈ ഫോണിൽ കൂടെ കൈ കാണിക്കുന്നുണ്ട്, ക്ഷമിക്ക്. അത് നമുക്ക് കാണാം. നമ്മൾ ചിലപ്പോൾ ഈ ഹൃദയം കൊണ്ട് പറയുമ്പോൾ ഫോണിൽ കൂടെ ആണെങ്കിലും എന്ത് കാണിക്കും? ആശ കാണിക്കത്തില്ലേ? ക്ഷമിക്ക്, ഞാൻ ഇപ്പം തന്നെ ശരിയാക്കാം, ഇപ്പം തന്നെ. എനിക്കൊരു 10-15 മിനിറ്റ് പിള്ളേരൊക്കെ ഒന്ന് വന്നോട്ടെ, എനിക്കത് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ഇപ്പം ചെയ്യിക്കാം. ഇതെല്ലാം പറയുകയാണ്. എന്നപ്പം ഇത് മനുഷ്യനെ ഉറങ്ങാനും സംഭവിക്കത്തില്ല. വെളുപ്പം കാലത്ത് ക്ഷമ പറയുന്നു. എന്തോ ഇത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എൻ്റെ പൊന്നച്ച, കഷ്ടകാലത്തിന് ഞാനൊരു കാര്യം ചെയ്തു. എന്താ? ഒരു യോഗത്തിന് പ്രസംഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകൻ, എക്സ് എന്ന പ്രഭാഷകന്റെ പോസ്റ്റർ ഈ എന്നോട് സംസാരിക്കുന്ന ഈ ക്ഷമ ചോദിക്കുന്ന എക്സ് അയച്ചു കൊടുത്തപ്പോൾ ആ യോഗത്തിന് സാക്ഷ്യം പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രധാന യോഗം കാണും, മെയിൻ പ്രസംഗം കാണും, പിന്നെ ആര് കാണും? ചെറിയ ഒരു, ഇവിടെ നമ്മൾ കാണത്തില്ല, നമുക്ക് 1-2 പേരായിട്ടാണ് പകൽ യോഗങ്ങളിൽ ഒക്കെ പ്രസംഗിക്കുക. അപ്പോൾ ആദ്യ പകുതിയിൽ ഒരു ചെറിയ ഒരു കാര്യം, മെയിൻ ഒരു മെസ്സേജ്, തെറ്റൊന്നുമല്ല, അതൊക്കെ അങ്ങനെയൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പകുതിയിലെ സബായിട്ടുള്ള ആളുടെ ഫോട്ടോ ഇവർ രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ് പോസ്റ്റ് അയച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ബഹളം. എൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ചേർത്ത് വെക്കാൻ അയാൾ ആരാ? അപ്പൊ നിങ്ങൾ എനിക്കിട്ട വില എന്തുവാ? ഞാൻ ആരാന്നാ നിങ്ങൾ ഓർത്തേക്കുന്നത്? എന്നോടൊപ്പം കൊണ്ട് വെക്കാൻ എന്ത് യോഗ്യത അവർക്കുള്ള? എനിക്ക് സത്യത്തിൽ ഈ എൻ്റെ അപ്പൻ എപ്പോഴും അങ്ങ് പറയും തുണ്ടത്തി കുഞ്ഞോ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് തുണ്ടത്തിൽ നിന്ന് കേൾക്കുന്ന പേടിയാണ്. കാരണം അവർക്ക് ഈ ബേസിക്കായിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞില്ലേ അവർക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ അപ്പന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മറുപടി പറഞ്ഞില്ലേ പുള്ളി ഉറങ്ങത്തില്ല. പുള്ളി ഇങ്ങനെ ഇരിക്കും, ശ്വാസം മുട്ടി. എവിടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഒരു പ്രസംഗത്തിൽ കൂടെ ആണെങ്കിലും എന്തെങ്കിലും അങ്ങ് പറഞ്ഞോളെ. അല്ലാതെ പുള്ളിക്ക് സമാധാനം വരത്തില്ലാത്തൊരു മനുഷ്യരായിരുന്നു. നല്ല മനുഷ്യരൊക്കെ ആയിരുന്നെങ്കിൽ പോലും. അപ്പം ഞാൻ അതുകൊണ്ട് എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ ആ സ്വഭാവം എന്നിൽ നിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം. എനിക്കാണെങ്കിൽ വല്ലവരോടും മറുപടി പറഞ്ഞാൽ ഉറക്കവും വരത്തില്ല. എനിക്ക് ആരോടൊക്കെ പറഞ്ഞു പോയെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് അങ്ങ് വിഷയം അങ്ങ് പറയണം തോന്നി. എടാ നീ ആരാ നിന്റെ ധാരണ? എനിക്കറിയാൻ വേണ്ടി നീ ആരാ നിന്റെ ധാരണ? അല്ല, ഞാൻ നിന്നെ പ്രസംഗിക്കാൻ വിളിച്ചില്ല, നീ എന്തോ ചെയ്യും? എടാ നമ്മൾ വിളിച്ചുകൊണ്ടല്ലേ ഇവര് കിടന്ന് ഞെടിയുന്നേ. നമ്മൾ വിളിക്കണം, പൈസയും കൊടുക്കണം, പോസ്റ്ററും അടിക്കണം, ഫുഡും കൊടുക്കണം, എന്നിട്ട് കിടന്ന് ഷോ കാണിക്കുക. ഞാൻ വിളിച്ചില്ലേ അവരെന്നെ പ്രസംഗിക്കും? പറ. അല്ല, നിങ്ങളിവിടെ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പ്രസംഗിക്കും? നിങ്ങൾ കേൾക്കാനില്ല, ഞാൻ ആരോട് പ്രസംഗിക്കും? ആകാശത്തേക്ക് നോക്കി 1973 എന്തോ ഉണ്ടായി? ഈ വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ വരുമ്പോൾ പ്രധാന പ്രസംഗം പോയി കഴിയുമ്പോൾ, എല്ലാവരും പോയി കഴിയുമ്പം ലോക്കൽ നേതാവ് ഇന്ന് പ്രസംഗിക്കത്തില്ല. 73 എന്തോ ഉണ്ടായി, 82 എന്തോ ഉണ്ടായി, ഒന്നും ഉണ്ടായി. ആകാശത്തേക്ക് നോക്കി മുട്ടി യുദ്ധം ചെയ്യുന്നവരെ പോലെ നമ്മൾ ഇവര് വിളിച്ചില്ല, നമ്മൾ ആരാ? എന്റെ മനസ്സിൽ സത്യത്തെ അങ്ങ് സങ്കടം തോന്നി. എന്തു ബഹളമൊക്കെയാ, എന്തുവാ ഇതൊക്കെ? അപ്പോഴാണ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞത്. ഈ നമ്മൾ നിത്യത ചെല്ലുമ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേലെ ചിലര് പണിയും. എന്തോ പണിയും? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. അടുത്തത് പുല്ലേമരം, വൈക്കോല്. മറക്കരുത്, പുല്ലേമരം, വൈക്കോല്. എന്നിട്ട് എല്ലാത്തിനെയും എന്തിനകത്തൂടെ കയറ്റി വിടും? തീക്കകത്തൂടെ കയറ്റി വിടും. തീക്കകത്തൂടെ കയറ്റി വിടുമ്പോൾ എന്തോ സംഭവിക്കും? ബാക്കി പറഞ്ഞു. ഈ പുല്ലെന്നൊക്കെ പറയുന്നു ഈ സാധനം ഞാൻ കുറെ കഷ്ടപ്പെട്ട് പറപ്പിച്ചു. ഇതും വെച്ചോണ്ട് 2000 പേരുള്ള സഭയുടെ പാസ്റ്ററാണ് ഞാൻ. എൻ്റെ വർഗത്തെ പറയുന്നേ. നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഞാൻ ആരാന്നറിയാം? ഞാൻ 2000 പേരുള്ള അനീഷ് പാസ്റ്റർ വരുന്നുണ്ട്.
2000 പേരുള്ള സഭയുടെ പാസ്റ്ററാണ് ഞാൻ. സെൻട്രൽ പാസ്റ്ററാണ്. ഞാനും സെൻട്രൽ പാസ്റ്ററാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ വലിയ പോച്ചയുമായിട്ട് കയറി വന്നു. വലിയ പോച്ചയുമായിട്ട് കയറി വന്നു. തീക്കകത്തോട്ട് കയറുമ്പോൾ എന്തോ പറ്റും? പോച്ചയ്ക്ക് എന്തോ പറ്റും? പോച്ച തീ വന്ന് ചത്തുപോകും. ഈ പോച്ചയ്ക്ക് എന്തോ വിലയുണ്ട്. ഇത്രയും പോച്ചയ്ക്ക് 5 രൂപയുടെ വില നിങ്ങൾ കൊടുക്കൂ? ഇല്ല. അപ്പം ചെല്ലെന്തോ വരുമെന്ന് അറിയാമോ? മരം കൊണ്ട് വരും. മരവും തലേ വെച്ചോണ്ട് വരും. ഞാൻ ആരാന്നറിയാമോ? 1980 ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. ഞാൻ എൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ 80ലധികം എന്നോടൊപ്പം ഉള്ള സഭകളാണ് പോട്ടെ, 60ലധികം സഭകൾ, ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ അല്ല, എന്നോടൊപ്പം ഒരു 10-60 സഭകളുണ്ട്. 60ലധികം ദൈവദാസന്മാരും 1500ലധികം വിശ്വാസികളുമുള്ള ദൈവദാസനാണ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ കർത്താവ് പറയും, പുല്ലേ മരം വൈക്കോള്, പുല്ലേ മരം വൈക്കോല്, പുല്ലേ മരം വൈക്കോല്. ഈ ഗതികേട് അന്ന് ഉണ്ടായെങ്കിൽ എന്തോ നാണക്കേടായിരിക്കും. ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. എങ്ങനെയാണ്? ഞാൻ ഗ്രൂപ്പ് പിടിച്ച് പലരെ വെട്ടി നിരത്തി, എന്നിട്ട് പുല്ലേ മരം വൈക്കോൽ, പുല്ലേ മരം വൈക്കോൽ. ഇവിടെ ആരാണ്? ഇവിടെ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ പ്രസിഡന്റും അനിഷേധ്യനായ നേതാവും വെട്ടിനിരത്തിൽ എന്ന മഹാപ്രസ്ഥാനം കണ്ടുപിടിച്ചവരും. ആണ്ട് പുല്ലേ മരം വൈക്കോൽ, പുല്ലേ മരം വൈക്കോൽ. പാട്ടുകാരൊക്കെ ഓർക്കണം, പുല്ലേ മരം വൈക്കോൽ. വലിയൊരു പാട്ടുകാരനെ എനിക്കറിയാം. വലിയൊരു പാട്ടുകാരനെ ഞാൻ ഇത് വെച്ചോണ്ടങ്ങ് പ്രസംഗിക്കാം, മറക്കരുത് ഒരിക്കലും. പുല്ലേ മരം വൈക്കോൽ. വലിയൊരു പാട്ടുകാരനെ ഒരിക്കലും ഞങ്ങൾ യോഗത്തിന് പോവാം. അപ്പോൾ ജീപ്പയിൽ അന്ന് ട്രിപ്പ് അടിക്കുക. ജീപ്പയിൽ ട്രിപ്പ് അടിക്കാൻ നേരത്തെ ഈ പാട്ടുകാരൻ പറഞ്ഞു, ഞാൻ കയറുന്ന വണ്ടിയിൽ വേറെ ആരും കയറാൻ പാടില്ല, എനിക്ക് കാറ്റ് കൊണ്ടുപോകണം. അന്ന് ജീപ്പല്ല, ഏറൊക്കെ കൊണ്ടുപോകണം, ഞാൻ പോയി പാടേണ്ടവനാണ്. അപ്പൊ ഈ ജീപ്പലുള്ള ട്രിപ്പ് അടിക്കുക. പിന്നെ അല്ലേ എത്ര ട്രിപ്പ് അടിക്കണം? എൻ്റെ അപ്പ പറഞ്ഞു, സഹോദര താൻ അങ്ങ് ഫ്രണ്ടിൽ ഇരിക്കെ, ബാക്കിയുള്ളവരൊക്കെ പുറകെ ഞാന്നോളും. അതൊക്കത്തില്ല. ഇല്ലേ? എന്നാ താനിന്ന് പാടണ്ട, താനിന്ന് പാടണ്ട. അപ്പൊ ഈ മൈക്കെല്ലാം മേളിൽ കയറ്റി വെച്ചേക്കുക. പപ്പ പറഞ്ഞു, പിള്ളേരുടെ കേരളം അഴിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു, പാടിക്കോളാം. ഈ ജാടയെല്ലാം കാണിച്ച് അവിടെ ചെല്ലുമ്പോ ആരാകും? പുല്ലേ മരം വൈക്കോൽ. സത്യമാണോ? സത്യ. പക്ഷെ മറ്റൊരു കാര്യം, അതാണ് പൊന്ന്. ഈ പൊന്ന് എൻ്റെ അല്ല, ഞാൻ അരിഞ്ഞാണ് വിടാത്ത ബന്ധക്കോസുകാരനാ കേട്ടോ, പക്കാ ബന്ധക്കോസുകാരനാ. എൻ്റെ നിങ്ങള് എൻ്റെ സഭയിൽ ചിലപ്പോൾ പാവങ്ങളൊക്കെ അവരുടെ ഒറ്റയ്ക്കൊക്കെ വരുന്നവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഞാൻ തടയത്തില്ല, പക്ഷെ ആലുക്കാസായിട്ട് വരല്ലെന്ന്. ഇത് പൊന്നാണ്, ഇതൊരു മോതിരാണ്. ഇതിനെന്തോ വില കാണും? ഇതിനെനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പവന ഒരു 57,000 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ പൊന്നിൻ്റെ വില പവന് അങ്ങനെ ആയാലും 19-7 രൂപ ഇല്ലേ പവന്. നമ്മൾ നോട്ടടിക്കുന്നത് എങ്ങനെയാ? നോട്ടടിക്കുന്നതിൻ്റെ ഈക്വലായിട്ട് എന്തോ സൂക്ഷിക്കും? ഗോൾഡ് സൂക്ഷിക്കും, ഗോൾഡ് വാലിയ. ഇത് കാണാനുണ്ടോ? ഉണ്ടോ? ഇതിനൊരു 50,000 രൂപ മിനിമം വിലയുണ്ട്. കല്ലൊക്കെ ഒട്ടിച്ച നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് മേടിച്ചുകൊണ്ട് വന്നാ കളയാതെ കൊണ്ട് തിരിച്ചും കൊടുക്കണം. പോട്ടെ, വിലയുള്ള സാധനം. എടുത്തപ്പോഴേ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കച്ചാച്ച കെയർലെസ് ആകരുത്, കളയരുത്, അത്ത പശുവിന് മുക്കടം പാല പോയെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ. എന്നാലും ഇതിനൊരു 19,000 രൂപ വിലയില്ലേ? ഇത് കാണാനുണ്ടോ? ഇല്ല. നിത്യത ഇതുപോലൊക്കെ തന്നെയാ. ഈ വലിയ പുല്ലും മരം വൈക്കോലും ഒക്കെ വെച്ച് കയറി ചേരുന്നവർ തീക്കകത്തൂടെ പോകുമ്പോൾ ഒന്നും കാണാനില്ലാത്ത കുറെ പിമ്പന്മാർ ഞെളിഞ്ഞ് തെളിഞ്ഞ് വരുന്ന ഒരു ദിവസമുണ്ട്. അവരുടെ കയ്യിൽ ഒന്നും ഇവിടെ കാണാനില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാമേ. നമ്മുടെ ഈ സ്റ്റുഡിയോ പണിയുന്ന സമയത്ത് ധാരാളം പേര് പിരിവിന് പൈസയൊക്കെ കൊണ്ടുത്തരുന്നു, ഒക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അനീഷ് പാസ്റ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പയ്യന് വന്നു, ഒരു ചപ്പൽ, ഒരു സാധാ ചെരുപ്പൊക്കെ ഇട്ട് ഒരു ബൈക്കിൽ ഇങ്ങനെ വന്ന് പുറകിൽ ബാഗൊക്കെ തൂക്കി. അവിടെ ഇന്ന് ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി എന്നെ അകത്ത് വന്ന് കണ്ടിട്ട് ഒരു 7 ലക്ഷം രൂപയുടെ ചെക്ക് തന്നിട്ട് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോയിട്ടേ കൊടുക്കാവൂ, അല്ല പിന്നെ അവരെല്ലാം എന്നെ കണ്ട് ചിരിച്ചൊക്കെ കാണിക്കും, എനിക്കത് ഇഷ്ടമില്ല, സ്വർഗത്തിലെ പ്രതിഫലം പോകത്തില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും രൂപയുടെ ചെക്ക്. അവർ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. കാരണം അവനെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാൻ അവർക്ക് തോന്നിയില്ല.
പക്ഷെ ഈ നിത്യത പുലരുമ്പോൾ ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തും. കുറെ പുല്ലും മരവും വൈക്കോലും ഒക്കെ വെച്ച് അതുകൊണ്ട് വലിയ കൂന കൂട്ടി വരുന്നവർ ഈ കൂടെ ശൂന്ന് പോകുമ്പോൾ ആരും അറിയാത്ത ഒത്തിരി പേര് കയറി വരും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴും എല്ലാം ഒറ്റ പാട്ട് പാടിക്കൊണ്ട നടക്കുന്നത്. നല്ലദാസനെന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ലദാസനെന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞീട, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞീട, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം. ഈ പൊന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നേ? ഇത് തീക്കകത്തൂടിടും. തീക്കകത്ത് അതിന്റെ കീടങ്ങളെല്ലാം അങ്ങ് പോവും. അതുകൊണ്ടായി തനി തങ്കം എന്നൊക്കെ പറയുമ്പോൾ കളങ്കമില്ലാത്തതാ. തങ്കം എങ്ങനെയാ പുറത്ത് വന്നത്? തീക്കകത്തിട്ട. ഈ ഹോർമോൺ ബോയിലർ ചിക്കനൊക്കെ ഇങ്ങനെ വരും. പക്ഷേ എല്ലും തോലുമായ നാടൻ കോഴികൾ വരും. കഷ്ടപ്പെട്ടവരാ, വിശ്വാസത്തിന്റെ കഠിനമായ പരിശോധനകളിൽ കൂടെ കടന്നുപോയവർ. അവർക്ക് പുറത്ത് ഷോ ഇല്ലെങ്കിലും അകത്തൊരു കാമ്പുണ്ട്. പുറത്ത് ഷോ ഇല്ലെങ്കിലും അകത്ത് വിശ്വാസത്തിന്റെ ഒരു കാമ്പുണ്ട്. ആ കാമ്പ് പൊന്നുപോലെ തെളിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി, പ്രസംഗത്തിന് വേണ്ടി പറയല്ല കർത്താവേ, ഒത്തിരി പേരും പെരുമയും ഒന്നും വേണ്ട കർത്താവേ, അതെല്ലാം അഹങ്കാരിയാക്കുമെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ റേഞ്ച് കൂടിയെന്നൊക്കെ ഒരു ചിന്ത തോന്നിയ അന്ന് ഞാൻ തീരാൻ തുടങ്ങും. അവിടെ ചെല്ലുമ്പോ പുല്ല് മരം വൈക്കോല് തീക്കകത്തൂടെ പോകുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെടും. നിത്യത പോത്തില്ലെന്നില്ല, കാരണം അവിടെ ചെന്നു കഷ്ടിച്ച് രക്ഷപ്പെടും. പക്ഷെ ചില നിത്യ ലജ്ജയ്ക്കായിട്ട് ഉണരും. കണ്ണെല്ലാം അടച്ച് എന്റെ പ്രസംഗം ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ മറക്കരുത്, ഏതാ പുല്ലും മരം വൈക്കോലാണ്. നിങ്ങൾ ആരാ എന്നോട് അങ്ങനെ സംസാരിക്കാൻ? ഞാൻ ആരാ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചേ വലിയ ബഹളമൊക്കെ വെച്ച് അവിടെ ചെല്ലുമ്പോ പുല്ല് മരം വൈക്കോൽ. പക്ഷെ കഷ്ടതയുടെ തീക്കകത്തൂടൊക്കെ പോയി വിശ്വാസത്തിന്റെ തീച്ചൂളകൾ കൂടെ കടന്നുപോയി പൊന്നുപോലിങ്ങനെ വരും. കാണാൻ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ വാല്യൂ ഉണ്ട്. വാല്യൂ സ്ഥിതി ചെയ്ത് ഇതുപോലെ കേട്ടോ, വാല്യൂ ഉണ്ട്. ഈ ബ്രോയിലർ സാധനങ്ങളോട് സംസാരിച്ചാൽ നമുക്ക് കാര്യമായിട്ടൊന്നും ഹൃദയത്തിൽ തട്ടത്തില്ല. പക്ഷേ ഈ പൊന്നു പോലിരിക്കുന്ന ചിലരോടൊക്കെ വർത്തമാനം പറഞ്ഞേ ഹൃദയത്തിൽ തൊടും. കണ്ണടച്ചെല്ലാവരും പ്രാർത്ഥിക്കും. നല്ലദാസൻ എന്തു ചൊല്ലുന്ന ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ
ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. മാർവിലെന്നെ ചേർത്തിടുന്നൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടുന്നൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദൈവസന്ധി പ്രാർത്ഥിക്കാം. അന്ന് ആ ദിവസം പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് തീ കൂടൊക്കെ ഇങ്ങനെ പോവും. പക്ഷെ ഇവിടെ വെച്ച് ഈ കഷ്ടതയുടെ തീക്കാത്തോട് വിശ്വാസത്തിന്റെ കാഠിന്യമേറിയ പരിശോധനകളിൽ വലിയ പേരിൽ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. മറ്റതെല്ലാം കത്തിപ്പോകുമ്പോ കത്താത്ത തിളങ്ങും. ഇത് ബാല്യമുണ്ട്. ഏതടിസ്ഥാനം കൊണ്ടാ പണിയുന്നത്? യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ എന്തുകൊണ്ടാ പണിയുക? ദൗർഭാഗ്യവശാൽ, ക്ഷമിക്കണേ, നല്ല ഏറെ ശതമാനം പണികളും ഇന്ന് പുല്ലുമരം വൈക്കോല. ഏറെ ശതമാനം. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ പണിയണമേ, എന്നെ പണിയണമേ, എന്നെ പണിയണമേ. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മുഴുവൻ കാലുകളിലിരിക്കാമെങ്കിൽ പ്രാർത്ഥിച്ച്. പുല്ല, മരം, വൈക്കോല് വേണ്ട. പൊന്ന്, അല്ലേ, വിലയേറിയ കല്ല് നീരൂടി ഇങ്ങനെ കയറ്റി അവിടെ വെന്തു പോകാത്ത കാമ്പുള്ളൊരു ക്രിസ്തീയ ജീവിതം. ബഹളങ്ങളാണ്, ബഹളങ്ങൾ. എന്നെ ഒച്ചപ്പാടും ബഹളവും ജാടയും. എന്തോ ഒരു അസഹനീയമായ ലോകമാണ്. പിതാവേ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുമ്പോൾ പുല്ലുമരം വൈക്കോല് വലിയ കിളന്നാ വരുന്നേ. കച്ചിലോറി വരുന്ന പോലെ. പക്ഷെ ഒറ്റ തീക്കാത്തത് വെന്തുപോകും. വെന്തുപോകാത്ത കാമ്പുള്ള ഒരു ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടി സമർപ്പിക്കുന്നു എളിവരായി ഞങ്ങളെ. ഞങ്ങൾക്കിതിരയാക്കണേ കർത്താവേ. എന്റെ രാജാവ് എഴുന്നള്ളുമ്പോ തന്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടെ പ്രിയൻ മുമ്പിൽ നീ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ പ്രസംഗിച്ചിട്ട്
പുല്ലുമരം വൈക്കോല് കൊണ്ട് പണിതെന്ന് അവിടെ പോയി ലജ്ജിതനായി നിൽക്കാൻ ഇവനിടയാകല്ലേ. ഞങ്ങളെ കേൾക്കുന്ന ആർക്കും ഇടയാകല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കാളികൾക്ക് ഇടയാകല്ലേ. സഹായിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.